ഒരു തീപിടുത്തം ബസ്സിലുണ്ടായി. കർണാടകയിലെ മദ്ദൂരിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. കണ്ണൂരിലേക്ക് പുറപ്പെട്ട അശോക ട്രാവൽസിനാണ് തീപിടിച്ചത്. പക്ഷേ ജീവനക്കാരുടെ സമയോചിതമായ പെരുമാറ്റം മൂലം ആ ഒരു തീപിടുത്തത്തിന്റെ ആഘാതം കുറയ്ക്കാനും ആളപായം ഇല്ലാതാക്കാനും സാധിച്ചു. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ആശ്വാസ വാർത്തയാണ് അരുൺ എന്തായാലും പങ്കുവയ്ക്കാനുള്ളത്. ഈ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് എന്നത് വ്യക്തമായിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, 1 മണിയോടെ കർണാടകയിലെ മദ്ദൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. മദ്ദൂർ മാണ്ഡ്യ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെട്ട അശോക ട്രാവൽസിനാണ് തീ പിടിച്ചത്. ഈ ടയറിന്റെ അടിഭാഗത്തുനിന്ന് തീ പ്രത്യക്ഷപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ബസ് ജീവനക്കാർ ഇടപെട്ട് ഈ യാത്രക്കാരെയൊക്കെ പുറത്തിറക്കിയത്. പല യാത്രക്കാരും ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലാണ് വളരെ പെട്ടെന്ന്, അതായത് മുകളിലേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ ഈ യാത്രക്കാരെ എല്ലാം പുറത്തിറക്കാൻ സാധിച്ചു. അതുകൊണ്ട് ആർക്കും തന്നെ അങ്ങനെ കാര്യമായ പരുക്കുകൾ ഏറ്റില്ല എന്നത് ആശ്വാസകരമാണ്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ടയറിന്റെ ഭാഗത്തുനിന്നാണ് തീ പടർന്നതെന്നാണ് ഇപ്പോൾ ഈ ബസ് ഡ്രൈവർ പറയുന്നത്. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ഇടപെട്ട് ഈ തീ അണക്കുകയും ചെയ്തു. പക്ഷേ ഈ ബസിന്റെ പകുതിയോളം ഭാഗം പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോഴും ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഒരു യാത്രക്കാരന് പോലും പൊള്ളലേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരെയും തന്നെ വളരെ പെട്ടെന്ന് ഈ ബസ്സിൽ പുറത്തിറക്കാൻ ഈ ജീവനക്കാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. വാർത്തയാണ് അല്ലെ, ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ അങ്ങനെ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ സമയോചിതമായിട്ടുള്ള ഇടപെടൽ അതെന്തായാലും ഫലം കണ്ടു എന്നുള്ളതാണ്.